കൂട്ടുകാരുടെ മുന്നിൽ ഹീറോ ഇല്ലേ? തെറ്റെന്റേതാണ്, സമ്മതിച്ചു. എല്ലാം തുടങ്ങി വെച്ച് ഞാൻ തന്നെ ഇത് അവസാനിപ്പിക്കാം. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അശ്വതി എന്നോടൊപ്പം ഒന്ന് വന്നാ മതി. രവിയേട്ടനെ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല എല്ലാം. നിങ്ങൾ എന്റെ പിന്നാലെ നടന്നതും ശല്യപ്പെടുത്തിയതും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നോട് തുറന്നു പറയാമായിരുന്നല്ലോ രവിയേട്ടന്. പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നെ പരീക്ഷിക്കാൻ. നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ട് സംസാരിച്ചാൽ എല്ലാം ശരിയാവും. തെറ്റിദ്ധാരണകളൊക്കെ മാറും. ഇല്ല, ഞാൻ വരില്ല. അശ്വതി വരണം. എന്നെ വിശ്വാസമില്ലാത്ത ഒരാളെ എനിക്ക് വേണ്ട. അശ്വതി പ്ലീസ്. വരില്ലെന്ന് പറഞ്ഞില്ലേ? രവിയേട്ടനോട് പറയണം അശ്വതി കാണാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി നിങ്ങളും. അശ്വതി നാട്ടിലേക്ക് പോയി. എപ്പോ? 1 മണിക്കൂറായി. ഞാൻ വരട്ടെ. നീ എവിടെയായിരുന്നു ഇത്രയും സമയം? ഊണ് കഴിക്കണ്ടേ? ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വെച്ചില്ല. നമുക്ക് പുറത്തുനിന്ന് കഴിക്കല്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. പവി, എന്റെ വിവാഹം ഉറപ്പിച്ചു. വിവാഹം? ആരുമായിട്ട്? പവിത്ര. തമാശയായിട്ടാണ് തുടങ്ങിയെങ്കിലും റോസ്മേരിയുമായിട്ട് കൂടുതൽ അടുത്തപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ കളിതമാശയ്ക്ക് ഒരർത്ഥമുണ്ടാവണം. അതിത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. ഒരുപക്ഷെ എന്റെ വിവാഹം നടന്നാൽ രവിയുടെ സംശയം മാറും. അങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കുമെങ്കിൽ ഇനി എനിക്ക് ചെയ്യാൻ ഇതേ ഒരു മാർഗമുള്ളൂ. മാത്യു, ഞായറാഴ്ച എന്റെ കല്യാണമാണ്. നിങ്ങളെല്ലാവരും വരണം. രവി എവിടെ? രവി രാവിലെ പുറത്തു പോയതാ. നിങ്ങൾ രണ്ടുപേരും കൂടി രവിയെയും അശ്വതിയും പറഞ്ഞ് മനസ്സിലാക്കണം. അവരോടും കല്യാണത്തിന് വരാൻ പറയണം. ഞാൻ വരട്ടെ. സ്വാമി, എങ്ങനെയെങ്കിലും രവി ഉടനെ കണ്ടുപിടിക്കണം. എടാ, നീ ഒരുത്തം കാരണം എന്റെ ജീവിതം നശിച്ചു. നിനക്ക് തൃപ്തിയായില്ലേ? ഞാൻ എന്ത് ചെയ്തു? അവള് പോയി, എന്നെയും കളഞ്ഞിട്ട് പോയി.
നീ ഒരുത്തം കാരണം അവളുടെ മനസ്സ് മാറിയത്. ചേട്ടാ, ഞാനൊരു ബ്രാഹ്മണനാടാ, നീ ഓർത്തോ. ഞാൻ ശപിച്ചാൽ നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. രവിയേട്ടൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കൂന്നൊക്കെയല്ലേ? അശ്വതി, ഞാൻ പറയുന്നത്. രവിയേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ പരീക്ഷിക്കാനായിട്ടല്ല ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. എന്നെ വിശ്വാസമില്ലാത്ത ആളെ എനിക്കും വേണ്ട. എന്നെ വിശ്വാസമില്ലെങ്കിൽ എനിക്കും രവിയേട്ടന്റെ വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അശ്വതി, പിന്നെ സ്നേഹ കൂടുതലും ഉണ്ടാവും. ഭാര്യയാവാൻ പോകുന്ന ഒരു പെണ്ണിനെ പന്തയത്തിൽ വെക്കാൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനും കഴിയില്ല. രവിയേട്ടൻ ഇത്ര ചീപ്പാണെന്ന്, ഇത്ര വൃത്തിയായിട്ട ചിന്താഗതിയാണ് ഉള്ളതെന്ന് ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി. അശ്വതി കരുതുന്ന പോലെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വേണ്ട, തർക്കിക്കാൻ നിൽക്കണ്ട. കുട്ടിക്കാലം മുതൽക്കേ തർക്കിക്കാനും തർക്കിച്ച് ജയിക്കാനും രവിയേട്ടൻ മിടുക്കനാണ്. അന്നൊന്നും നിങ്ങളുടെ മുഖം മൂടി ഞാൻ കണ്ടിരുന്നില്ല. അശ്വതി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ രവിയേട്ട, നമ്മൾ തമ്മിൽ ചേരില്ല. രവിയേട്ടൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ ഒരു കടങ്കഥയായി കരുതിയാൽ. അശ്വതി, ഞാൻ അമ്മാവാ, അശ്വതി പറഞ്ഞ കേട്ടില്ലേ? അമ്മായി എന്താ ഒന്നും മിണ്ടാത്തത്? അവള് പറഞ്ഞാൽ എന്താണാ തെറ്റ്? പരീക്ഷിച്ച് നോക്കി കല്യാണം കഴിക്കാൻ അവളെ ചക്ക വാങ്ങി പറ്റിയാണോ? നിന്നെ ഞാനിവിടെ നാട്ടി പുറത്താക്കാത്തത് ഞാൻ നിന്റെ അമ്മാവനായി പോയതുകൊണ്ടാ. അമ്മാവാ? അമ്മാവാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അശ്വതിയെ കാണാൻ വേണ്ടി ആ പടിയും കൂടി കിടന്നു പോരും. സ്വാമി, രവി വന്നില്ലേ? പവിത്രൻ രവി അന്വേഷിച്ച് പോയിരിക്കുകയാണ്. വരും, നീ വേഗം ചെല്ലേ. ഞാൻ നാണിക്കത്തൊന്നുമില്ല. റോസ്മേരി, ഞാൻ തങ്കമണി. ഒരു നിമിഷം. 1 സെക്കൻഡ്. ഈ ഇടവകയിലെ വെള്ളന്നൂർ എബ്രഹാം ജോർജിന്റെ മകൾ ഈ റോസ്മേരി ജോർജിനെ ഭാര്യയായി സ്വീകരിക്കാൻ തിരുവല്ല വാഴപ്പള്ളി ഇടവകയിലെ പേനിക്കാട്ട് നൈനാൻ കോശി മകൻ മാത്യു നൈനാൻ കോശി എന്ന നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. തിരുവല്ല വാഴപ്പള്ളി ഇടവകയിലെ പേരിക്കാട് നൈനാൻ കോശി മകൻ ഈ മാത്യു നൈനാൻ കോശിയെ ഭർത്താവായി സ്വീകരിക്കാൻ വെള്ളന്നൂർ എബ്രഹാം ജോർജിന്റെ മകളായ റോസ്മേരി ജോർജ് എന്ന നിനക്ക് സമ്മതമാണോ? സമ്മതമല്ല. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. സ്നേഹം നടിച്ച് എത്ര പെൺകുട്ടികളെ നിങ്ങൾ വഞ്ചിച്ചിട്ടില്ലേ? കണ്ണീര് കുടിപ്പിച്ചിട്ടില്ലേ? ഒരു ബ്രാഹ്മണ കുടുംബം നിങ്ങൾ കാരണം തകർന്നില്ലേ? അങ്ങനെയുള്ള ഓർത്തിന് കെട്ടാൻ ഞാൻ കഴുത്ത് നീട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അതെ, ഇവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്, കണ്ണീരുടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാരണം ഒരു കുടുംബം തകർന്നിട്ടുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ ഒന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എന്റെ അറിവില്ലായ്മ കൊണ്ടാകാം. എവിടേക്കോ എന്റെ ചുവടുകൾ പഴച്ചുപോയി. റോസ്മേരി, മാപ്പ് ചോദിക്കാൻ അർഹതയുള്ള തെറ്റല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സ് തുറന്ന്, ഉള്ളു തുറന്ന് ഞാൻ സ്നേഹിച്ചത് റോസ്മേരിയെ മാത്രമാണ്. എന്നെ വിശ്വസിക്കൂ, പ്ലീസ്. നിങ്ങൾ ആരും തിരിഞ്ഞു പോകരുത്.
ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ ആരും തിരിഞ്ഞു പോകരുത്. തോമസ്, തങ്കച്ച, അല്ല എല്ലാരും മൂർത്തി, ഞാൻ ഞാൻ മൂർത്തി, മാത്യുവിന്റെ സുഹൃത്താണ്. പിന്നെ റോസ്മേരി ഒന്നുകൂടെ ചിന്തിക്കണം. മാത്യുവിന് ഇത്ര ക്രൂരമായ ശിക്ഷ നൽകണോ? മാത്യു പാവാണ്. എടി, പെണ്ണുങ്ങൾക്ക് ഇത്ര അഹമ്മതി പാടില്ല. നീ എന്ത് ഭാവിച്ചാ? അവൻ എന്ത് തെറ്റാ ചെയ്തത് നിന്നോട്? ചെറുപ്പക്കാരാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്റെ വല്യപ്പനുണ്ടല്ലോ, 2 പെണ്ണുങ്ങളെ കെട്ടിയതിന് ശേഷം എന്നെ കെട്ടിയെടുത്തത്. അറിയാമോ നിനക്ക്? എടീ, ഇത് പിള്ളേര് കളിയല്ല. ഇനി എന്ത് വേണമെന്നുള്ളത് നീ തീരുമാനിച്ചു. നീ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും ഞാൻ വരില്ലെന്ന് കരുതിയ. നീ പറയാറുള്ളത് സത്യമാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എത്രയോ പെൺകുട്ടികളെ ഞാൻ തള്ളി പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്നൊരു പെണ്ണ് എന്നെ തള്ളി പറഞ്ഞപ്പോഴാണ് അതിന്റെ വേദന എനിക്ക് മനസ്സിലായത്. റോസ്മേരിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് ഇത്തരത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു കണക്കിന് ഞാനിതിനെല്ലാം അർഹനാണ്. പക്ഷെ രവി, അശ്വതി പാവമാണ്. നീ അവളെ കല്യാണം കഴിക്കണം. കല്യാണം അതിനി ഉണ്ടാവില്ല രവി. ഞാൻ പറയുന്നത്, എടാ, ഞങ്ങളുടെ കല്യാണം കുട്ടിക്കാലത്തെ നടന്നു കഴിഞ്ഞു, അല്ലേ അശ്വതി? അശ്വതി എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നീ വാ. ഇത് പബ്ലിക് റോഡാണ്, ബെഡ്റൂം അല്ല. മതിയടാ, വന്ന് വണ്ടി കയറ്. മൂന്ന് ദിവസം വീഴ്ത്തരാം, പറ്റുണ്ടോ? അയ്യോ ഗുരുവായൂരപ്പ, റോസ്മേരി കാറിലുണ്ട്.